നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ വാട്ടർ അതോറിറ്റിയുടെ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പ്രാണിശല്യം രൂക്ഷമാണെന്നും പരിസരത്ത് താമസിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടാണെന്നും പരിസരവാസികൾ പറയുന്നു. ഈ പ്രാണികൾ വീടിൻ്റെ ഭിത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വാതിലോ ജനലയോ തുറന്നിട്ടാൽ അകത്തേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ചെവിയിലും മൂക്കിലും വായിലും ഇവ കടന്നു കയറുന്നു. പലപ്പോഴും ഇതുമൂലം ഛർദ്ദിക്കൽ അനുഭവപ്പെടുന്നുണ്ടെന്നും വീട്ടമ്മമാർ പറയുന്നു. മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലേക്ക് വീണ ഭക്ഷണം വേസ്റ്റായി പോവുക സ്ഥിരം പതിവാണ്. ഇതിനൊരു നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നടപടിയെടുക്കാത്ത പക്ഷം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ സമരപരിപാടികളുമായി മുന്നേറുമെന്ന് വീട്ടമ്മമാർ പറയുന്നു. എന്നാൽ ഫിൽറ്റർ പ്ലാന്റ് സമയബന്ധിതമായി ക്ലീൻ ചെയ്യാറുണ്ടെന്നും എന്നിട്ടും ഈ പ്രാണിശല്യം രൂക്ഷമാവുന്നതിനെക്കുറിച്ച് നടപടി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ആലോചനയിലാണെന്നും ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫിൽറ്റർ പ്ലാന്റിൽ നിന്നുള്ള പ്രാണിശല്യം കാരണം വീട്ടിനകത്ത് പുറത്ത് കിടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാതിലും ജനലും തുറന്നിടാതെ നമുക്ക് പുറത്ത് കളക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തുറന്നിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും വായ്ക്കകത്തും മൂക്കിനകത്തൊക്കെ പ്രാണികൾ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഉള്ളിൽ കിടക്കുമ്പോൾ പുറത്ത് കിടന്നിട്ട് ഉള്ളിൽ കിടക്കുമ്പോഴുള്ള അനുഭവമാണ്. മാത്രമല്ല, ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. റിട്ടേണായിട്ടും കളക്ടറൊക്കെ വന്ന് ഇവിടെ ഒരുപാട് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിയിൽ പോയി നോക്കിയിട്ട് ഒരുപാട് ഒരു ക്ലീനിങ് പ്രോസസ്സൊക്കെ പറഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുമുണ്ട്. ചെയ്ത് കഴിഞ്ഞ് ആ കുറച്ച് ദിവസം ഉണ്ടാവില്ല, പിന്നെ മിക്കവാറും ദിവസമില്ല. പ്രോപ്പർ ക്ലീനിങ് ഉണ്ടെങ്കിൽ കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ട്. വീണ്ടും ക്ലീനിങ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ വീണ്ടും പ്രാണിശല്യം കൂടിക്കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ അടുത്തുള്ള വീടുകളിലെല്ലാവരും പൊറുതി മുട്ടിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ. എങ്കിൽ ചെറിയ കുട്ടികളടക്കമുള്ളതാണ്. വല്ലാതെ ബുദ്ധിമുട്ടാണ്. അവരുടെ വായിലും മൂക്കിലും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിലൊക്കെ ഒന്നും തുറന്നു വയ്ക്കാൻ പറ്റില്ല, പുറത്ത് കിടക്കാൻ പറ്റില്ല. പുറത്ത് കുട്ടികളെയും കൊണ്ടൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്നിനും പുറത്തേക്ക് വരാനേ പറ്റില്ല. അവരെ മൂക്കിലും വായിലും മാത്രമല്ല ഭക്ഷണം ഒന്നും കൊടുക്കാനോ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ തന്നെ എടുക്കുന്നതായിരിക്കും. അവിടെ വന്ന് നമ്മൾ ഞങ്ങളുടേതായ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരുന്നതായിരിക്കും, ഉറപ്പാണത്. കുറേയായി ഇത് നമ്മൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും അതിനുള്ള നടപടികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഫിൽറ്റർ പ്ലാന്റിൽ നിന്നുള്ള പ്രാണിശല്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം ഈ ഫിൽറ്റർ പ്ലാന്റും വീടുമായിട്ട് ഏകദേശം ഒരു 10 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. ഈ 10 മീറ്റർ അകലത്തിലേക്ക് വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ പ്രാണികൾ 10,000 വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ കൃത്യമായിട്ടുള്ള ആഹാരം കഴിക്കാനോ, അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർക്ക് ഈ ജനലതൊക്കെ തുറന്നിട്ട് വായു സഞ്ചാരപ്രദമാക്കാനോ വേറെ ഒരു കാര്യത്തിനും പറ്റുന്നില്ല. കാരണം അത്രമാത്രം രൂക്ഷമായിട്ടുള്ള പ്രാണിശല്യമാണ് വരുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് 10-20 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് റിലാക്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വാഷിംഗ് എന്നുള്ളത് പ്രാധാന്യമാണ്. രണ്ടാമത് ഇതിൽ കറക്റ്റായിട്ട് കെമിക്കൽ ആഡ് ചെയ്യണം. പ്രീ ക്ലോറിനേഷൻ അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള ലെവലിലും അളവിലും കൊടുത്താൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം കാണുള്ളൂ. അത് ഞങ്ങളുടെ ഇവിടുത്തെ അസോസിയേഷൻ മലമ്പുഴ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പരാതിപ്പെട്ടിട്ട് കലക്ടറൊക്കെ വന്ന് നേരത്തെ വിസിറ്റ് ചെയ്തിട്ട് അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ മാസങ്ങളിലും പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അത് കൃത്യമായിട്ട് നടക്കാറില്ല. പിന്നെ മാത്രമല്ല, ഈ ക്ലാരിഫയറിന്
അകത്തുള്ള എല്ലാ യന്ത്രങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടും ഈ പറഞ്ഞ പോലെ പ്രാണികൾ കൂടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഒന്നാമത് കെമിക്കൽ, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അതൊന്നും ചെയ്യാതിരിക്കുമ്പോഴും ഇത്തരം പ്രാണികൾ കൂടുതലാണ്. പിന്നെ സൈഡ് വാഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി റൊട്ടീനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, വാഷിംഗ് കഴിഞ്ഞിട്ട് 10-20 ദിവസം ഒരു പ്രശ്നമില്ല. അപ്പോൾ ക്ലോറിനേഷനും മറ്റുള്ളതൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ഒരെണ്ണം പോലും വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതോറിറ്റിൻ്റെ ജീവനക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടും നമ്മളിത് ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വീണ്ടും പരാതികളും കാര്യങ്ങളും തന്നിട്ട് ഒന്നും കൂടി പ്രോപ്പറായിട്ട് ഇത് ചെയ്യാനുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഫിൽട്ടർ പ്ലാന്റിൻ്റെ പരിസരത്തുള്ള വീടുകളിലാണോ ഈ പ്രാണിശല്യം ഉള്ളത്? ഇവിടെ ഒരു 10-15ഓളം വീടുകളിൽ കൃത്യമായിട്ട് ഈ പ്രാണിശല്യം കൊണ്ട് ലൈറ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈകുന്നേരം സമയങ്ങളിൽ ലൈറ്റ് ഇടണമല്ലോ നമുക്ക്. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 വന്നിട്ട് അടുക്കള ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ആഹാരത്തിലൊക്കെ വീഴാണ്. ഈ പ്രാണികൾ ആഹാരത്തിൽ വീഴാണ്. ആഹാരത്തിൽ വീഴും. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റുപാടും കൊതുക് വലയൊക്കെ പൊതിഞ്ഞ് വെച്ച് ആ ഒരു ലെവലിൽ കുറച്ച് നേരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിത് അനുഭവിക്കുന്നു. എത്ര പ്രാവശ്യം പരാതിപ്പെട്ടു. 24 ചാനലുകാർ വന്നു, ഇതെല്ലാം എടുത്ത് എല്ലാം ചെയ്ത് കലക്ടറും വന്നിട്ട് എല്ലാം നോക്കി പറഞ്ഞ് റിക്വസ്റ്റ് എല്ലാം നമ്മളെ കൊടുത്തതാണ്. 4 വർഷമായിട്ട് നമ്മൾ ഈ ഒരു വീട്ടിൽ ലൈറ്റ് ഇല്ലാണ്ടുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങിയിട്ട്. സന്ധ്യയായാൽ ലൈറ്റ് ഇടാൻ പറ്റില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. പിന്നെ പകൽ നിറച്ച് വെച്ച വെള്ളങ്ങൾ മൊത്തം സന്ധ്യയാകുമ്പോഴേക്ക് പടർന്ന് നിൽക്കുന്നുണ്ടാവും വെള്ളത്തിൽ മൊത്തം. നമ്മൾ ആ വെള്ളം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഒരു ചെറിയ കുട്ടി 2 മാസം പ്രായമായത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ 2 മോള് പ്രസവിച്ച് കൊടുക്കുകയാണോ? മോള് പ്രസവിച്ച് കിടക്കുകയാണ്. ആ കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ജനലോ വായോ ഒരു ഇതും കിട്ടാണ്ട് ഇത് അടഞ്ഞു കിടക്കുകയാണ് ഈ ജനല് മൊത്തം. പുറത്തിറക്കാൻ കുട്ടിനെ പറ്റില്ല. മൂക്കിലും വായിലും 2 ദിവസം മുമ്പ് എൻ്റെ വായിൽ പ്രാണി കയറിയിട്ട് കുറേ ഛർദ്ദിച്ചു. നമ്മൾ ആരുടെ അടുത്തപ്പോൾ ഈ പരാതി പറയണത്? ഇത് കുഞ്ഞു കുട്ടിൻ്റെ മൂക്കിലും വായിലും കയറിയതിലുള്ള അവസ്ഥ എന്താണ്? ഇത് എത്ര പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പരാതിപ്പെടണു, എല്ലാം ചെയ്യുന്നുണ്ട്. മടുത്തു, ജീവിതം തന്നെ മടുത്തിട്ടിരിക്കുകയാണ്. ഈ വീട് നമുക്ക് വേറെ എവിടെയെങ്കിലും എടുത്തു മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു വീട് എന്നുള്ളൊരു സങ്കല്പം. അത് നമുക്കൊരു ജീവിക്കാൻ പറ്റാത്ത, അതിൽ താമസിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് ഈ 4 വർഷമായിട്ട് നമ്മൾ ഈ പരാതി വിഷമങ്ങളും സങ്കടങ്ങളും വാട്ടർ അതോറിറ്റിനെ അറിയിക്കുന്നുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ട എല്ലാവരും പഞ്ചായത്തിൽ നിന്ന് എല്ലാവിടെയും അറിയിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കേ അറിയാണ്ടിരിക്കുകയാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.